ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ഗ്രേവിയാണ്. ചിക്കൻ ഹന്തി എന്ന് പറയും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കാം. എങ്കിലേ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി ഈ ചിക്കൻ ഹന്തി തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ നമുക്കൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 2 വലിയ ഉള്ളി, മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ബ്രൗൺ നിറം ആകുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം. ബ്രൗൺ നിറം ആയതിനു ശേഷം ഒരു 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം. ആദ്യം മഞ്ഞൾപ്പൊടി, മല്ലി ഞാനിവിടെ ഒന്ന് വറുത്തിട്ട് പൊടിച്ചതാണ്, ക്രഷ് ചെയ്തതാണ്. അതുപോലെ മുളക് പൊടി, ഗരം മസാല ചേർത്തിട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റ് വീഡിയോയിലുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. ഇനി ഇതിലേക്ക് ചിക്കൻ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് നേരം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം 2 മീഡിയം സൈസിലുള്ള തക്കാളി ഞാൻ പേസ്റ്റാക്കി എടുത്തതും 4 പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്യണം. 2 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് യോഗട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കസൂരിമേത്തി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ്, അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം. ചിക്കൻ ഒന്നും പൊട്ടിപ്പോവാത്ത തരത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിം ആക്കിയിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണ്ടാന്നാണെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത്. അടച്ച് വെച്ച് 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ചെയ്യുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചെയ്യാം. ഇടയ്ക്കൊന്ന് അടി പിടിക്കാത്ത തരത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ലിഡ് ഓപ്പൺ ചെയ്യാം. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ജീരകം പൊടിച്ചത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതുകൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഫൈനലായിട്ട് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ ഹന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. എൻ്റെ കൈ ഇവിടെ ഉണ്ട് എന്നുള്ള ഓർമ്മ വേണം. ഇപ്പോൾ പണി കിട്ടും. നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഹന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവി ഉണ്ട്, പീസസും ഉണ്ട്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. എല്ലാ ഡിഷസും, ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറാണെങ്കിലും അതുപോലെ പൊറോട്ട, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ ചെയ്യാവുന്നത് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രഷ് ക്രീം ഇല്ലാത്തവർ അതുപോലെ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.